ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറച്ച് നാളായിട്ട് എനിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇനി എന്തായാലും അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഡ്രാമയാണ്, ഒരു ഓൺ ഗോയിങ് ഡ്രാമയാണ്, റൊമാൻസ് ഇൻ ദി ഹൗസ്. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ് സീൻ എന്ന് പറയുന്നത് ഒരു ലേഡി അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഇങ്ങനെ മോർണിംഗ് ജോഗിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് ഒരു കൂട്ടം ആൾക്കാർ ഭയങ്കര ടയേർഡായിട്ട് ഓഫീസ് ജോലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരുന്ന ഒരു സീൻ അവൾ കാണുന്നത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ അവൾക്ക് എന്തോ തോന്നുകയാണ്, സംതിങ് ഈസ് റോങ് എന്നിങ്ങനെ അവൾ ആലോചിച്ച് നിൽക്കുകയാണ്. പെട്ടെന്നാണ് അവളുടെ പേരിങ്ങനെ ആരോ വിളിക്കുന്നതായി കേൾക്കുന്നത്. വേറെ ഒന്നുമല്ല, ഈ മോർണിംഗ് ജോഗിങ് ഒക്കെ നമ്മുടെ നായിക, ഇതാണ് നമ്മുടെ നായിക കേട്ടോ. അവൾ സ്വപ്നം കണ്ടതായിരുന്നു. ഇയോൺ മിറേ എന്നാണ് നമ്മുടെ നായികയുടെ പേര്. തൊട്ടടുത്ത് നിൽക്കുന്നത് നമ്മുടെ നായികയുടെ അമ്മയാണ്. ഇയോൺ എന്നാണ് കേട്ടോ പേര്. അവിടെ നായിക മിറയാണെങ്കിൽ എഴുന്നേറ്റ വഴിക്ക് ചോദിക്കുന്നത്, ഞാൻ ലേറ്റായി, എൻ്റെ അലാം ആരോ ഓഫാക്കിയെന്നാണ്. അപ്പോൾ അമ്മ പറയുകയാണ്, നീ ഇന്നലെ ഭയങ്കര ലേറ്റായിട്ടാണ് വന്ന് കിടന്നത്. അപ്പോൾ ഒരു മനുഷ്യന് 3 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് ഉറങ്ങണം. അപ്പോൾ ഞാനാണ് നിൻ്റെ അലാം ഓഫാക്കിയെന്ന് പറയാണ്. എന്നിട്ട് അമ്മ പെട്ടെന്ന് ഹെയർ സ്പ്രേ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അവളുടെ മുടിയിൽ. ഇവളാണെങ്കിൽ ഓൾറെഡി ലേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ആ ടൈമിലാണ് പുറത്തേക്ക് വരുമ്പോൾ ഇവളുടെ കാറാണെങ്കിൽ വേറൊരു കാറുമായിട്ട് ബ്ലോക്ക് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കാറിലൊന്നും പോകാൻ പറ്റുന്നില്ല. അങ്ങനെ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സിലൊക്കെ കയറി കഷ്ടപ്പെട്ട് ഉറക്കമൊക്കെ തൂങ്ങിയിട്ട് അവളുടെ ഓഫീസിൽ കറക്റ്റ് ടൈമിന് ഒരു വിധത്തിൽ വന്നെത്തുകയാണ് കേട്ടോ. ഈ കാണുന്ന J+ എന്ന് പറയുന്ന ഈ ഒരു ബിൽഡിങ്ങിലാണ് നമ്മുടെ നായിക വർക്ക് ചെയ്യുന്നത് കേട്ടോ. അതേ ടൈമിൽ നമ്മുടെ നായികയുടെ അമ്മയും ജോബിന് പോകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ കാണുന്ന വില്ലയാണ് എമിലി വില്ല കേട്ടോ. അപ്പോൾ ഇതിൽ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട്. അതിലൊരു അപ്പാർട്ട്മെൻറ്റിലാണ് നമ്മുടെ നായികയും ഫാമിലിയും താമസിക്കുന്നത്. അപ്പോൾ ഈ മേലെ കാണുന്ന ആ ഒരു ഗ്രാൻഡ് പേ ഉണ്ടല്ലോ, ഇങ്ങേരാണ് ഈ ഒരു എമിലി വില്ലയുടെ ഓണർ. അപ്പോൾ ഇങ്ങേരെ ആകാശമൊക്കെ നോക്കിയിട്ട് പറയുകയാണെന്ന് ഭയങ്കര സണ്ണി ഡേ ആണല്ലോ എന്ന്. ആ സമയത്താണ് നമ്മുടെ ഗ്രാൻഡ് പേയുടെ റൂമിലേക്ക്, അതായത് 302 ആണ് ഗ്രാൻഡ് പേയുടെ റൂം നമ്പർ, അപ്പാർട്ട്മെൻറ്റ് നമ്പർ. അങ്ങോട്ട് ഒരാൾ കയറുകയാണ് കേട്ടോ. അപ്പോൾ ഗ്രാൻഡ് പേ ആണെങ്കിൽ എൻ്റർ ചെയ്യാൻ സമ്മതിക്കുന്നൊന്നുമില്ല. പക്ഷെ അങ്ങേര് ആ വാതിൽ തുറന്ന് പിടിച്ച് അകത്തേക്ക് കയറുകയാണ്. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് നമ്മുടെ നായിക വർക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നായികനെ കാണുമ്പോൾ കൊളീഗ്സ് ചോദിക്കുന്നുണ്ട്, ഇന്നലെ നീ ഒരുപാട് ലേറ്റ് ആയിട്ടാണല്ലേ വീട്ടിൽ പോയത്, നീ ആകെ വളരെ വെളുത്തിട്ടാണ് ഇരിക്കുന്നത്, നീ ഫുഡൊന്നും കഴിക്കുന്നില്ലേ, ഉറങ്ങാത്തതിൻ്റെ എല്ലാ കുറവും കാണുന്നുണ്ടെന്ന്. ആ സമയത്താണ് ഒരു കൊളീഗിന് കോൾ വരുന്നത്. വേറെ ഒന്നുമല്ല, ഇന്ന് ഇവരുടെ CEO സർപ്രൈസ് ആയിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരോടും പെട്ടെന്ന് തന്നെ ആ ഒരു എൻട്രൻസിൻ്റെ അവിടേക്ക് പോകാൻ പറയാണ്. അങ്ങനെ നമ്മുടെ J+ൻ്റെ CEO എത്തുന്നതിന് മുൻപ് തന്നെ എല്ലാ എംപ്ലോയീസും ക്യൂ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ CEO ആണെങ്കിൽ അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ എംപ്ലോയീസിനും നല്ല ടെൻഷനുണ്ട്. പെട്ടെന്നുള്ളൊരു വിസിറ്റാണത്. ഇന്നത്തെ CEOയുടെ വിസിറ്റ് ഇവരാരും തന്നെ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ശരിക്കും ഈ J+ എന്ന് പറയുന്ന ഈ ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയാണ് കേട്ടോ. പക്ഷേ ഇവരുടെ താഴത്തെയുള്ള നിലകളിലൊക്കെ സെയിൽസ് നടക്കുകയാണ്. അതായത് ഫുഡ് ഐറ്റംസിൻ്റെ തന്നെ സെയിൽസാണ്. മീറ്റ്, ഫിഷ്, ക്രാബ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അങ്ങനെയുള്ള ഐറ്റംസിൻ്റെയൊക്കെ സെയിൽ നടക്കുകയാണ്. ഏറ്റവും മേലെയുള്ള നിലയിൽ ഈ മാർക്കറ്റിംഗ് ടീമാണ് കേട്ടോ ഉള്ളത്. ഈ CEOയ്ക്കാണെങ്കിൽ ഈ മാർക്കറ്റിങ്ങിലത്തെ എംപ്ലോയീസിൻ്റെ പേരൊന്നും അറിയില്ല. ഈ ഓരോ എംപ്ലോയീസിനും ഓരോ സ്റ്റോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്റ്റോളിൻ്റെ പേര് പറഞ്ഞിട്ടാണ് ഓരോ എംപ്ലോയീസിനെയും വിളിക്കുക. അങ്ങനെ ക്രാബിൻ്റെയും ഫിഷിൻ്റെയും കുറച്ച് ഫ്രൂട്ട്സിൻ്റെയൊക്കെ സ്റ്റോൾ കഴിഞ്ഞതിന് ശേഷം ഈ ടൊക്ബൊക്കി എന്ന് പറയുന്ന ഈ ഒരു സ്റ്റാളിൻ്റെ അവിടെ എത്തുകയാണ് കേട്ടോ. ടൊക്ബൊക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈസ് കേക്കാണ്. അപ്പോൾ ഈ ഒരു സ്റ്റാൾ നടത്തുന്നത് നമ്മുടെ നായികയുടെ അമ്മയാണ്. അപ്പോൾ നായികയാണ് ഈ ഒരു സ്റ്റോളിൻ്റെ മാർക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ CEO വരുന്നുണ്ടെന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയപ്പോഴേ നമ്മുടെ മകൾ അമ്മയ്ക്ക് മെസ്സേജ് അയച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മ എക്സ്ട്രാ കെയർഫുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ നായികേനോട് CEO ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഇത്രമാത്രം ഇട്ട് കൊടുക്കുന്നത്, ഞാനിവിടെ ഫ്രീ ആയിട്ടൊന്നല്ല കൊടുക്കുന്നത് പറയാണ്. അപ്പോൾ നായിക പറയാണ്, കുട്ടികളാണ് ശരിക്കും ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൊമോട്ടേഴ്സ് എന്ന് പറയാണ് കേട്ടോ. കുട്ടികളാണ് ഈ റൈസ് കേക്കിൻ്റെ പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ CEOയ്ക്ക് ഫസ്റ്റ് ക്ലിക്ക് ആവുന്നില്ല കേട്ടോ. ആ സമയത്താണ് കുറേ പിള്ളേർ അവരുടെ അമ്മമാരെയൊക്കെ വലിച്ച് അങ്ങോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവർക്കൊക്കെ നേരത്തെ നമ്മുടെ നായികയുടെ അമ്മ ഈ ഒരു റൈസ് കേക്ക് കൊടുത്തിരുന്നു, കുറച്ചൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ ഇനിയും അത് വേണമെന്ന് പറഞ്ഞിട്ട് ഈ പിള്ളേർ അവരുടെ അമ്മമാരെയും കൂട്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഒരുപാട് പാരൻസ് വന്ന് ഇത് വാങ്ങിക്കൊണ്ടു പോവുകയാണ്. ആ സമയത്താണ് വേറൊരു ലേഡി പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ സജസ്റ്റ് ചെയ്ത പോലെ ഞാനിത് കഴിച്ചു, പക്ഷേ ഇത് അത്ര ടേസ്റ്റ് ഉണ്ടായില്ല എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ നായികയുടെ അമ്മ വേറൊരു ഐറ്റം അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു റൈസിൻ്റെ കൂടെ നിങ്ങൾ ഇതും കൂടി കഴിക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും, നിങ്ങളുടെ നാട്ടിൽ നിന്ന് വാങ്ങുന്നതിന് വേറെ ടേസ്റ്റ് ആയിരിക്കും എന്ന് പറയുമ്പോൾ വേറൊരു കസ്റ്റമർ പറയുക, അത് ശരിയാണ് ഈ ഒരു ലേഡി പറഞ്ഞത്, ഞാൻ ഈ ലേഡി പറഞ്ഞ പോലെ ഈ ഒരു പാക്കറ്റ് വാങ്ങി യൂസ് ചെയ്തപ്പോൾ അടിപൊളിയായിരുന്നു പറയാണ്. അങ്ങനെ 2 ഐറ്റത്തിൻ്റെ സെയിലാണ് അവിടെ നടന്നു പോകുന്നത് കേട്ടോ. അപ്പം നമ്മുടെ CEOനോട് നമ്മുടെ നായിക പറയുന്നുണ്ട്, ഈ ഒരു സ്ട്രാറ്റജി വർക്കൗട്ട് ആവുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അടുത്ത മാസം തൊട്ട് നമ്മൾ 2 ഐറ്റംസ് ഒരുമിച്ച് വിൽക്കാൻ പോവുകയാണെന്ന് പറയുകയാണ് കേട്ടോ. CEO ആണെങ്കിൽ മിറയുടെ ഈ ഒരു സ്ട്രാറ്റജി കേട്ടിട്ട് ഭയങ്കര ഇമ്പ്രസ്ഡ് ആയി പോയിട്ട് അവളോട് ചോദിക്കുകയാണ്, എന്താ പേരെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള എംപ്ലോയീസൊക്കെ ആകെ കൂടി ഷോക്കായി പോവാണ്. കാരണം ഇന്നേ വരെ ഇങ്ങനൊരു മൊമെൻ്റ് ഉണ്ടായിട്ടില്ല, എംപ്ലോയിയുടെ ഒരു പേര് ഇതേവരെ CEO ചോദിച്ചിട്ടില്ല കേട്ടോ.
അങ്ങനെ ദേ ഇന്നത്തെ സർപ്രൈസ് വിസിറ്റൊക്കെ കഴിഞ്ഞ് നമ്മുടെ CEO പോവുകയാണ് കേട്ടോ. പോകുന്നതിന് മുൻപ് ഈ എംപ്ലോയീസിനോട് എല്ലാവരോടും ചേർന്ന് ഉറക്കെ ഇവരുടെ സ്ലോഗനൊക്കെ വീണ്ടും പറയാൻ പറയുന്നുണ്ട്. ഒരു വിധത്തിൽ എല്ലാവരും കൂടി പറയുന്നുണ്ട്. നമ്മുടെ മിറയാണെങ്കിൽ ഓൾറെഡി ടയേർഡാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ CEO പോയതിൻ്റെ പുറകെ അവൾ അവിടെ വീഴുകയാണ്, നിലത്ത് അൺകോൺഷ്യസ് ആയി വീഴുകയാണ് കേട്ടോ. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, തലേദിവസം കഴിച്ചിട്ടില്ല. അതിൻ്റെ ഒരു ക്ഷീണമാണ് കേട്ടോ. പെട്ടെന്നാണ് വേറൊരു കൊളീഗ് അവളുടെ അമ്മേനെ വിളിക്കാൻ പോകുന്നത്. ഉടനെ തന്നെ അമ്മേനെ വിളിക്കരുതെന്ന് ഇവൾ വാൺ ചെയ്യുകയാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും ഇവൾ അൺകോൺഷ്യസ് ആവുകയാണ്. അങ്ങനെ നെക്സ്റ്റ് സീനിൽ നമ്മുടെ നായികേനെ ആരോ പുറത്ത് കയറ്റി എങ്ങോട്ടോ കൊണ്ടുപോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ അൺകോൺഷ്യസ് ആണ്, കംപ്ലീറ്റ് ആയിട്ട് ഇവൾക്ക് ഓർമ്മയൊന്നുമില്ല. അപ്പോൾ ഇതാരാ എന്നെ കൊണ്ടുപോകുന്നതെന്നൊക്കെ അവൾക്ക് നോക്കുന്നുണ്ടെങ്കിലും മനസ്സിലാവുന്നൊന്നുമില്ല കേട്ടോ. ഈ സമയത്താണെങ്കിൽ നമ്മുടെ അമ്മയാണെങ്കിൽ ആ ഒരു ഇവൾ വീണ സ്ഥലത്ത് ഒരു ആൾക്കൂട്ടമൊക്കെ കണ്ടു. പക്ഷേ എന്താ അവിടെ ഉണ്ടായി എന്നൊന്നും നമ്മുടെ അമ്മയ്ക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ അമ്മയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവളെ വിളിക്കാൻ പോകുന്നുണ്ട്. പക്ഷേ അതിന് മുൻപ് വേറൊരു കോള് അമ്മയ്ക്ക് വരികയാണ് കേട്ടോ. അങ്ങനെ അമ്മ പെട്ടെന്ന് തന്നെ അയ്യോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടുകയാണ്. ഈ സമയത്ത് നമ്മുടെ നായിക ഹോസ്പിറ്റലിൽ കണ്ണോർക്കുകയാണ്. അപ്പോൾ നേരത്തെ കൊണ്ടുവന്ന ആ ഒരു പയ്യനില്ലേ, അവനാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇവൻ ആരാന്ന് നമ്മുടെ നായിക ചോദിക്കുമ്പോൾ അവനവിടുത്തെ സെക്യൂരിറ്റി ആയിരുന്നു ഈ ജെ+ിലത്തെ. നായികയാണെങ്കിൽ 4 വർഷമായിട്ട് ഈ ജെ+ിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എങ്കിലും നമ്മുടെ ഈ ഒരു സെക്യൂരിറ്റീനെ അവൾക്ക് അങ്ങനെ കണ്ടിട്ടോ പരിചയമൊന്നും തന്നെ ഇല്ല കേട്ടോ. അവൾ പെട്ടെന്ന് എഴുന്നേൽക്കാൻ പോകുമ്പോൾ നമ്മുടെ സെക്യൂരിറ്റി ആണെങ്കിൽ അവളെ തിരിച്ച് ഉന്തുകയാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, അല്ല നേഴ്സ് പറഞ്ഞിരുന്നു നിങ്ങൾ റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ട് സോറി എന്ന് പറയാണ്. അപ്പോൾ ഈ ഒരു സെക്യൂരിറ്റിയുടെ പേര് നാം ടേപ്പിയോ എന്നാണ് കേട്ടോ. നമ്മുടെ നായികയുടെ ബ്ലഡ് വെസൽസ് ഒക്കെ ഭയങ്കര തിന്നാണ്. അതുകൊണ്ട് തന്നെ IV ഫ്ലൂയിഡ് കുത്തുമ്പോൾ ഈ ഫ്ലൂയിഡ് ബ്ലഡ് വെസലിൻ്റെ ഉള്ളിലേക്ക് പോകുന്നില്ല, തിരിച്ചിറങ്ങി വരികയാണ്. അപ്പോൾ ഇവനോട് അത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നേഴ്സ് ഇവനവിടെ പിടിച്ചിരുത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഇവന് പെട്ടെന്ന് തിരിച്ച് ഇവൻ്റെ വർക്കിൽ കയറാനും പറ്റിയിട്ടില്ല. വേറെ അങ്ങനെ ടേപ്പ് ചെയ്യോ അങ്ങനെ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് അവനോട് പൊക്കോളാൻ പറയാണ് ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പോൾ അവൻ അങ്ങനെ മെല്ലെ റൂമിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങണം കേട്ടോ. ആ സമയത്ത് ഇവളുടെ അമ്മയുടെ കോൾ വന്നിട്ട് ഇവൾ അറ്റൻഡ് ചെയ്തിട്ട് പറയുകയാണ്, ഞാൻ ജോബിൻ്റെ ആവശ്യത്തിന് പുറത്തേക്ക് വന്നിരിക്കുക എന്ന് പറയുമ്പോഴേക്കും അവിടെ നിന്നൊരു ന്യൂസ് ഇങ്ങോട്ട് വരികയാണ് കേട്ടോ. അത് കേൾക്കേണ്ട താമസം നമ്മുടെ നായിക അവളുടെ എല്ലാ IV ഫ്ലൂയിഡിൻ്റെ സിറിഞ്ചൊക്കെ ഊരി എറിഞ്ഞ് ഓടിപ്പോവുകയാണ് കേട്ടോ. എങ്ങോട്ട് ഓടിപ്പോകുന്നതെന്ന് അവൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നേഴ്സ് പറയുന്നുണ്ട് പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എന്ന്. അങ്ങനെ ദേ അമ്മയും മകളും കൂടി ഒരുമിച്ച് ഇവരുടെ ആ ഒരു വില്ലയുണ്ടല്ലോ, ആ വില്ലയുടെ അവിടേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വില്ലയിൽ തീ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഒരുപാട് ഐറ്റംസ് ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ എടുക്കണമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരാൾ ഇവരുടെ വീടിനകത്തുണ്ട്, ഏറ്റവും ചെറിയൊരാൾ. അപ്പോൾ ആ ആളുടെ കാര്യം ഇവർ രണ്ടുപേരും മറന്നു പോയിട്ടോ. അപ്പോൾ നമ്മുടെ പോലീസുകാരനോട് വന്നിട്ട് സെക്യൂരിറ്റിക്കാരനോടൊക്കെ ഇവർ പറയുന്നുണ്ട് ഞങ്ങളുടെ വീടിനകത്ത് ഒരാളും കൂടി ഉണ്ട് പറയുമ്പോൾ നമ്മുടെ സെക്യൂരിറ്റിക്കാരൻ പറയുന്നുണ്ട് ദേ ആ പയ്യനല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് അമ്മയും മകളും കൂടിയിട്ട് ഓടി വന്നിട്ട് നായ്ക്കുട്ടീനെ എടുക്കുകയാണ്. ഇത് കാണുമ്പോൾ അവൻ്റെ ഹാർട്ട് അങ്ങോട്ട് പൊട്ടിപ്പോവുകയാണ്. അപ്പോൾ അമ്മേനോട് ചോദിക്കുന്നുണ്ട് എന്താ അമ്മ ഇങ്ങനെ കാണിക്കുന്നത്, ഈ നായനെ മറക്കാതെ ഞാൻ തീ പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ എടുത്തുകൊണ്ട് വന്നില്ല, എന്നിട്ട് നിങ്ങൾ ആദ്യം പോയി എടുത്തത് നായനയിലെന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ പെട്ടെന്ന് അമ്മയുടെ ആ ഒരു ജാക്കറ്റൊക്കെ ഊരിയിട്ട് മകനിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ശേഷം അപ്പാർട്ട്മെൻറ്റിലുള്ള വേറെ ആൾക്കാരുടെയൊക്കെ ഒന്നും കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്താണ് ഇവരെല്ലാവരും പറയുന്നത് അപ്പാർട്ട്മെൻറ്റ് മൊത്തത്തിൽ തീ പിടിച്ചിട്ടില്ല, അതായത് ആ ഒരു വില്ല മൊത്തത്തിൽ തീ പിടിച്ചിട്ടില്ല, അതിലൊരു അപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, അതായത് ആ ഒരു അപ്പാപ്പൻ താമസിച്ചിട്ടില്ല, ആ ഒരു ഗ്രാൻഡ് പ 302-ലത്തെ ആ ഗ്രാൻഡ് പയ്ക്ക് മാത്രമേ എന്തോ പറ്റിയിട്ടുള്ളൂ. അതായത് ഗ്രാൻഡ് പ മരിച്ചുപോയി. ഗ്രാൻഡ് പ താമസിച്ചിരുന്ന ആ ഒരു റൂം, ആ ഒരു അപ്പാർട്ട്മെൻറ്റിനാണ് തീ പിടിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ മിറയുടെ അമ്മയും ഫ്രണ്ട്സൊക്കെ കൂടി ഈ ഒരു ഫയർ ഇൻസിഡൻറ്റിനെ കുറിച്ച് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരാൾ പറയാണ് ഭയങ്കര ദുരൂഹതയായിട്ട് തോന്നുന്നില്ലേ, ആ ഒരു അപ്പാർട്ട്മെൻറ്റിന് മാത്രമേ തീ പിടിച്ചുള്ളൂ, ഫയറൊക്കെ വരുമ്പോൾ അതെങ്ങനെയായാലും ഓപ്പോസിറ്റ് റൂമിലേക്കോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള റൂമിലേക്കൊക്കെ വരും, ഇത് ബട്ട് അതിൽ മാത്രമേ നിന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സീരിയസ് ആയി സംസാരിക്കുമ്പോൾ ബാക്കി എല്ലാവരും ചിരിക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് ഒരു ലേഡിക്ക് ഒരു കോൾ വരുന്നത് കേട്ടോ. എന്നിട്ട് പറയുകയാണ് നമ്മുടെ ഓണർ ഇപ്പോൾ വേറൊരാളാണ്, അതായത് മരിച്ചു പോയതായിരുന്നു ഇവരുടെ ഓണർ എന്ന് പറയുന്നത്, പക്ഷേ ഇപ്പോൾ മരിച്ചു പോയി അങ്ങേര്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതിയൊരു ആൾ ഈ ഒരു വില്ല വാങ്ങിയിരിക്കുകയാണ്. കോൾ വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് 2 പേർക്കും, അതായത് ഈ 2 ലേഡീസിനും അതുപോലെ തന്നെ 201 എന്ന് പറയുന്ന അപ്പാർട്ട്മെൻറ്റിലത്തെ ആൾക്കും നാളെ റിയൽ എസ്റ്റേറ്റ് ഏജൻസിയിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അവരോട്. സാധാരണ ഓണർഷിപ്പൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ആയിരിക്കണം. മാത്രമല്ല ഇവരുടെ മരിച്ചുപോയ ഓണറിന് ഇത് വിൽക്കാനൊന്നും താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ആരാണ് വാങ്ങിയതെന്നൊക്കെ അറിയാൻ ഇവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ എയോൺ, അതായത് മിറയുടെ അമ്മ ആ ഒരു ഫ്രണ്ടുമായിട്ട് ഇങ്ങനെ കോൾ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫ്രണ്ട് പറയുകയാണ് 2 ബില്യൺ ക്യാഷ് പേ ചെയ്തിട്ടാണ് പുതിയ ഓണർ ഈ ഒരു വില്ല വാങ്ങിയിരിക്കുന്നത്. അപ്പോഴാണ് ഒരു മെസ്സേജ് നമ്മുടെ അമ്മയുടെ മൊബൈലിൽ വരുന്നത്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ മിറയ്ക്കും ഒരു കോൾ വരികയാണ്. ഇന്ന് ഇവളുടെ അച്ഛൻ മരിച്ചതിൻ്റെ മെമ്മോറിയൽ ഡേ ആണ്, അതായത് ഇതേ ദിവസമാണ് അച്ഛൻ മരിച്ചത്. അപ്പോൾ നീ വരുന്നില്ലേ ചോദിക്കുമ്പോൾ നമ്മുടെ മിറ പറയുകയാണ് ഇല്ല ഞാൻ വരുന്നില്ല, ഞാൻ ബിസിയാണെന്ന് പറയുകയാണ്. എന്നിട്ട് മുൻപത്തെ ഒരു കാര്യം ഇവൾ ആലോചിക്കുകയാണ് കേട്ടോ. അതായത് അച്ഛനുമായിട്ടുള്ള എല്ലാ ടൈപ്പും ഇനിയില്ല, നിർത്തി, എൻ്റെ അച്ഛൻ മരിച്ചുപോയി എന്ന് അച്ഛനോട് ഇവൾ പറഞ്ഞിട്ട് വീടിനകത്തേക്ക് കയറി പോകുന്ന ഒരു സീൻ ഇവൾ ആലോചിക്കുകയാണ്. അതിനുശേഷം 2022 ഒരു കാര്യം ആലോചിക്കുകയാണ്. അതായത് ഇവളുടെ ആൻറ്റിയുടെ, അതായത് അച്ഛൻ്റെ സിസ്റ്ററിൻ്റെ ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിൽ ഒരു വാഹനാപകടം നടന്നു. ആ ഒരു ന്യൂസ്
ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ രണ്ടുപേരും കൂടിയിട്ട് ആ ഒരു ആൻറ്റിക്ക് കോൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ നായികയുടെ അനിയനാണ് കേട്ടോ. അപ്പോൾ ആൻറ്റിയുടെ കയ്യിൽ നിന്ന് അറിയുകയാണ് ഇവരുടെ അച്ഛൻ മരിച്ചുപോയി എന്നൊരു ന്യൂസാണ് അറിയുന്നത്. അതേപോലെ തന്നെ അമ്മയും ഈ ഒരു ന്യൂസ് കേട്ടിട്ട് ഷോക്കാവുകയാണ്. അപ്പോൾ മുൻപത്തെ ആ ഒരു ഇൻസിഡൻറ്റ് ഇവരെല്ലാവരും കൂടി ഇവൾ ആലോചിക്കുകയായിരുന്നു. ലിയോണും അവളുടെ ഹസ്ബൻഡ് മരിച്ചു പോയതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരു സീൻ കാണിക്കുകയാണ്. പിന്നെ നെക്സ്റ്റ് സീനിൽ 301 അതായത് മിറയുടെ അമ്മ വന്നിട്ടുണ്ട്. പിന്നെ 102 അതായത് മിറയുടെ അമ്മയുടെ ഫ്രണ്ട്, പിന്നെ ആ കുട്ടീനെ മടിയിൽ വെച്ചിരിക്കുന്ന ഗ്രാൻഡ്മ, അവർ 201 ആണ് കേട്ടോ. അപ്പോൾ ഇവർ 3 പേരും കൂട്ടിയിട്ട് ഈ റിയൽ എസ്റ്റേറ്റ് ഏജൻസിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ തലേദിവസം വിളിച്ചിരുന്നല്ലോ ഇവരോട് ചെല്ലാൻ പറഞ്ഞിട്ട്, അതുകൊണ്ടാണ് ഇവർ വന്നിരിക്കുന്നത് കേട്ടോ. അങ്ങനെ പുതിയ ഓണറും അവിടെ വന്നിട്ടുണ്ട്. ഇത് ചായ കുടിക്കുകയാണ് കേട്ടോ അങ്ങേര്. എമിലി വില്ലയിൽ താമസിക്കുന്ന എല്ലാവരും തന്നെ വാടകക്കാരാണ് കേട്ടോ. പിന്നെ ഈ 3 അപ്പാർട്ട്മെൻറ്റിലത്തെ ആൾക്കാരെ മാത്രം എന്തുകൊണ്ടാണ് ഈ ഒരു ഏജൻസി വിളിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു ടെനൻറ്റ് കോൺട്രാക്റ്റാണ് ഈ അടുത്തായിട്ട് എൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഏത് ഫാമിലിയാണ് ഇനി ഇത് പുതുക്കാതെ പുറത്തേക്ക് താമസം മാറ്റുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. കാര്യം വേറെ ഒന്നുമല്ല, ഈ പുതിയതായിട്ട് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് ഈ ഒരു വില്ല വാങ്ങിയ ആൾക്ക്, ഇതിൻ്റെ ഓണർക്ക് ഇവിടെ താമസിക്കാൻ വരണം. അപ്പോൾ 302 എന്ന് പറയുന്നത് കത്തിക്കരിഞ്ഞു പോയി റൂം. അപ്പോൾ ആ ഒരു റൂമിൽ താമസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവരിൽ ആരാണ് പോകുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. ആണെങ്കിൽ ഒരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട്. അതായത് ഓണർഷിപ്പ് മാറ്റുക എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ പേപ്പർ വർക്ക്സ് ഒക്കെ നടക്കില്ലേ, ഇത് ഇത്ര പെട്ടെന്ന് എങ്ങനെ പേപ്പർ വർക്ക്സ് ഒക്കെ നടക്കി, പുതിയ ഓണറിനെ എങ്ങനെ കിട്ടിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എയോങ് പറയാണ് ഈ പുതിയ ഓണറിനോട്, പഴയ ഓണർ ഈ ഒരു വില്ലയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ സമ്മതിച്ചിരുന്നു, അത് പക്ഷേ ഡോക്യുമെൻ്റ് ആക്കിയിരുന്നില്ല, അതിനു മുമ്പ് അങ്ങേര് മരിച്ചുപോയി എന്ന് പറയാണ്. ആർക്കും തന്നെ പുതിയൊരു വില്ലയിലേക്ക് മാറാനുള്ള ക്യാഷോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ അതേക്കുറിച്ചൊക്കെ ആലോചിച്ച് നമ്മുടെ അമ്മ ടെൻഷനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ മകനുമായിട്ട് ഇതൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ മിറേനോടൊന്നും പറയണ്ടെന്ന് അമ്മ പറയാണ്. കാരണം ഇവിടുത്തെ ഓൾറെഡി കറണ്ട് ബില്ല്, ബാക്കിയുള്ള ലോണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിറയാണ് പേ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യം ഇപ്പോൾ അവളെ അറിയിക്കേണ്ടെന്ന് അമ്മ മകനോട് പറയാണ്. അങ്ങനെ മിറ ഇതേ വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അമ്മ അവിടെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അനിയൻ ഹിയോങ് ജെ ആണെങ്കിൽ സിസ്റ്ററിനോട് ചോദിക്കുകയാണ് എൻ്റെ പോക്കറ്റ് മണി കുറച്ചൊന്ന് കൂട്ടിത്തരും ചോദിക്കുമ്പോൾ അവൾ പറയാണ് അടുത്ത എക്സാമിന് ഇത്രയിൽ കൂടുതൽ GPA വാങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് ഞാൻ സാലറി കൂട്ടിത്തരാം, അതായത് പോക്കറ്റ് മണി കൂട്ടിത്തരാമെന്ന് പറയാണ് കേട്ടോ. അതിനുശേഷം ഇവൾ റൂമിൽ വന്നിരുന്നിട്ട് നോക്കുകയാണ് എന്തോരം ബില്ലടച്ചു, കാറിൻ്റെ ബില്ല്, അങ്ങനെ എല്ലാ ബില്ലുകളും അടച്ചു കഴിയുമ്പോൾ ബാലൻസ് സേവിങ് ആയിട്ടുള്ളത് വളരെ തുച്ഛമായ കാശാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി അവളിങ്ങനെ ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്ത് അമ്മ അങ്ങോട്ട് കയറി വരുന്നുണ്ട്. എന്നിട്ട് ഇവൾക്ക് പ്രോട്ടീൻ്റെ ഒരു ബാർ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് കഴിക്കാൻ പറയാണ്. എന്നിട്ട് അമ്മ മിറേനോട് പറയുകയാണ് നീ ഇനി അവന് മന്ത്ലി അലവൻസ് ഒന്നും കൊടുക്കണ്ട, അവനൊരു പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യട്ടെ, നീയും അങ്ങനെ തന്നെയല്ലേ ചെയ്തിരുന്നേ ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ മിറ പറയുകയാണ് അതെ ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്തത്, എന്തായാലും ഒരു പാർട്ട് ടൈം ജോലി ചെയ്യുക, പഠിക്കുക, മാത്രമല്ല നല്ലൊരു ജോലിക്ക് വേണ്ടി സെർച്ച് ചെയ്യുക, മൂന്നും കൂടി കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് അവൻ ഗ്രാജുവേറ്റ് ആയി ഒരു ജോലി കിട്ടുന്നവരെ അവന് ഞാൻ അലവൻസ് കൊടുക്കുമെന്ന് അവൾ പറയുകയാണ് കേട്ടോ അമ്മേനോട്. ആ സമയത്താണ് അവൾ അമ്മേനോട് ചോദിക്കുന്നത് അല്ല പുതിയ ഓണറിൻ്റെ ആ ഒരു ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ മാസത്തെ അവരുടെ വാടക നമുക്ക് കൊടുക്കാമായിരുന്നു എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അമ്മ പെട്ടെന്ന് തന്നെ അധികം സംസാരിക്കാതെ അവിടെ നിന്ന് നൈസായിട്ട് എഴുന്നേറ്റ് പോവാണ് കേട്ടോ. കാരണം ആ ഒരു പുതിയ സ്ഥലത്തേക്ക് മാറണോ വേണ്ടേ അങ്ങനെയുള്ള കൺഫ്യൂഷൻ്റെ കാര്യങ്ങളൊന്നും തന്നെ ഇവളോട് അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് അമ്മ നൈസായിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. എന്നിട്ട് റൂമിന് പുറത്ത് വന്നിട്ട് മകനോട് പറയുകയാണ് ഈ ഒരു കാര്യം അവളോട് പറയണ്ട, ബാക്കി എല്ലാ കാര്യങ്ങളും അവളല്ല ഹാൻഡിൽ ചെയ്യുന്നത്, ഈ ഒരു കാര്യം എന്നെക്കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ അമ്മ ദേ ഒരു മെസ്സേജ് അയക്കുകയാണ്. ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപത്തെ ആ മരിച്ചുപോയ ഓണറിൻ്റെ മകൾക്ക് ഒരു മെസ്സേജ് അയച്ചിടുകയാണ് നാളെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നെക്സ്റ്റ് ഡേ ആവുകയാണ് കേട്ടോ. അപ്പം നല്ല അടിപൊളിയായിട്ട് സ്റ്റൈലൻ ലുക്കിലാണ് അമ്മതായി നമ്മുടെ പ്രീവിയസ് ഓണറിൻ്റെ മകളെ മീറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഈ ടാക്സി ഓടിക്കുന്ന ആളാണ് നമ്മുടെ പ്രീവിയസ് ഓണറിൻ്റെ മകളെന്ന് പറയുന്നത്. അപ്പം നമ്മുടെ അമ്മയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ഡോക്യുമെൻ്റ് അവിടെ എടുത്ത് വയ്ക്കുന്നുണ്ട്. അതായത് ജസ്റ്റ് ഈ ഒരു വില്ല വിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങളൊരു സൈൻ ചെയ്ത് തരണം എന്ന് പറയാണ്. അപ്പം മകൾ പറയാണ് സോറി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ ഓൾറെഡി അത് വിറ്റുപോയി എന്ന് പറയാണ് കേട്ടോ. പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രീവിയസ് ഓണറിൻ്റെ മകൾ അവിടെ ഇരുന്ന് കരയാണ് കേട്ടോ. അതായത് ഇൻഹെറിറ്റൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ളതാണ് ഈ ഒരു എമിലി വില്ല എന്ന് പറഞ്ഞത്. പക്ഷേ ആ വില്ലയ്ക്ക് ഒരു ഇൻഹെറിറ്റൻസ് ടാക്സ് അടയ്ക്കണം, ആ ടാക്സ് അടയ്ക്കാനുള്ള കാശ് മകളുടെ കയ്യിലില്ലായിരുന്നു. ആ സമയത്താണ് ഈ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജൻസി ഇങ്ങോട്ട് വന്നിട്ട് ആൾ വാങ്ങിക്കാനുണ്ട്, അപ്പോൾ കാശ് കുറച്ച് ഇങ്ങോട്ട് കിട്ടും, വിൽക്കാൻ റെഡിയാണോ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ലേഡി ആണെങ്കിൽ മക്കളുണ്ട്, ഡിവോഴ്സ്ഡ് ആണ്, ഇങ്ങനെയാണ് ജീവിക്കുന്നത്. അപ്പോൾ തൻ്റെ കഷ്ടപ്പാടുകളൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു എമിലി വില്ല വിറ്റത്. നെക്സ്റ്റ് സീനിൽ ഈ 201 നമ്മുടെ മിറയുടെ അമ്മയുടെ ഫ്രണ്ട് ഉണ്ട്, ഓണ്ട് ജിയോങ് എന്നാട്ടോ വിളിക്കുക. അപ്പോൾ ഈ ഒരു കാറിൽ തന്നെയാണ് വന്നത്. അതായത് ആ ഒരു ഡോട്ടർ പ്രീവിയസ് ഓണറുടെ ഡോട്ടറിൻ്റെ കാറിൽ വന്നിറങ്ങി അവർക്ക് കാശൊക്കെ കൊടുത്തിട്ട് ഇങ്ങോട്ട് വരികയാണ് കേട്ടോ. അപ്പം നമ്മുടെ മിറയുടെ അമ്മയും ഈ ഒരു ആണ്ട് ജിയോങ്ങും നല്ല ഫ്രണ്ട്സ് ആയതുകൊണ്ട് ആണ്ട് ജിയോങ് പറയുകയാണ് ഞാൻ ഒരു രീതിയിൽ എൻ്റെ കാര്യം സെറ്റാക്കി എന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് മുൻപ് അയച്ച അതായത് 301 മുമ്പിൽ നിന്ന് മുൻപ് ഓണറിന് അയച്ച മെസ്സേജുകൾ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ.
പ്ലീസ് ഞാനിവിടെ താമസിച്ചോട്ടെ, എനിക്ക് പോകാൻ വേറെ സ്ഥലമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയച്ച മെസ്സേജാണ്. അപ്പോൾ ഓണർ തിരിച്ച് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, ഓക്കെ അവിടെ തന്നെ നിന്നോളൂ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവളുടെ കാര്യം അവൾ സെറ്റാക്കി കേട്ടോ. ഫസ്റ്റ് സീനിൽ നമ്മുടെ നായിക കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ലിഫ്റ്റിൽ കയറാൻ വരികയാണ് കേട്ടോ. അപ്പോൾ ദേ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ സെക്യൂരിറ്റിയാണ്, ടേപ്പിയോങ്. അപ്പോൾ നമ്മുടെ നായികയാണെങ്കിൽ മൊബൈലിൽ നോക്കി മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവനെ കാണുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ അവളുടെ കോളിൽ നിന്ന് ഇവന് മനസ്സിലാവുകയാണ്, അതായത് ഇവൾ 10th ഫ്ലോറിലേക്കാണ് പോകുന്നതെന്ന്. അപ്പോൾ അവൻ 10th ഫ്ലോർ പ്രസ് ചെയ്യാണ്. പിന്നെ അവൻ ഇറങ്ങേണ്ടത് 2nd ഫ്ലോറിലാണ്. അപ്പോൾ അവൻ 2nd ഫ്ലോറിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അവൾ കോളൊക്കെ കട്ട് ചെയ്യുമ്പോൾ അവൾ നോട്ട് ചെയ്യുന്നുണ്ട് 10th ഫ്ലോർ. അങ്ങനെ ആരാണെന്നൊന്നും അവൾ ആലോചിക്കുന്നില്ല. ഓക്കെ 10th ഫ്ലോർ എന്ന് പറഞ്ഞ് അവൾ ഇറങ്ങുകയാണ് കേട്ടോ. ഫസ്റ്റ് സീനിൽ എയോങ് ഇങ്ങനെ നടക്കുകയാണ്, ഇങ്ങനെ നടന്ന് ആലോചിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ മറ്റേ റൂമിലെ ആ റൂമിലത്തെ ആ ഒരു ഗ്രാൻഡ് മാനെയും ആ ഗ്രാൻഡ് മയുടെ കൊച്ചുമകനാണ് കേട്ടോ അത്. ആ ഒരു മകനും കൂടി ഇരുന്ന് ചിത്രം വരയ്ക്കുന്നത് കാണുന്നത്. അപ്പോൾ ഗ്രാൻഡ് മ ആണെങ്കിൽ ആ ഒരു കൊച്ചുമകനെ കൊണ്ട് ഈ ഒരു ഓണറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കത്ത് എഴുതിപ്പിക്കുകയാണ് കേട്ടോ, ചിത്രമൊക്കെ വരച്ചിട്ട്. അപ്പോൾ മകൻ കളിക്കാൻ വേണ്ടി പോയപ്പോൾ ബാക്കിയുള്ള ചിത്രം ഗ്രാൻഡ് മ തന്നെ വരച്ച് ശരിയാക്കുകയാണ്. ഓടി കണ്ടപ്പോൾ യുങ് ഒരു കാര്യം തീരുമാനിക്കുകയാണ്. എന്നിട്ട് നേരെ വീട്ടിൽ വന്നിരുന്നിട്ട് നമ്മുടെ ഈ ഓണറിനെ കോൾ ചെയ്യാണ് കേട്ടോ. എന്നിട്ട് ഇരുന്ന് കരയാണ്. അതായത് ഞാനൊരു വിധവയാണ്, എൻ്റെ ഹസ്ബൻഡ് എന്നെ ഞങ്ങളെ ചെറുപ്പം തൊട്ടേ എൻ്റെ മക്കളെ നോക്കിയിട്ടില്ല, ഞാനാണ് നോക്കിയിരുന്നത്. ഇപ്പോൾ അവൾക്ക് ജോലി കിട്ടി, പക്ഷെ ഒരുപാട് കഷ്ടപ്പാടുണ്ട്, ലോണ് കുറേ അടയ്ക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇരുന്ന് കരയാണ് കേട്ടോ. പ്ലീസ് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യണം, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, മാറാൻ അതായത് വേറൊരു അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറാനുള്ള കാശൊന്നും ഞങ്ങളുടെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഓണറും അതുപോലെ തന്നെ നമ്മുടെ നായികയുടെ പട്ടിക്കുട്ടിയും ഒരേപോലെ കേട്ടോണ്ടിരിക്കുകയാണ്. അങ്ങനെ കോള് കട്ടായതിന് ശേഷം ഇത് വാങ്ങിയ ഓണർ വേറൊരാളോട് ചോദിക്കുകയാണ്, അല്ല നിങ്ങളിത് എന്താ ചെയ്യാൻ പോകുന്നത് ചോദിക്കുകയാണ് കേട്ടോ. അത് ഈ അപ്പാർട്ട്മെൻറ്റ് വാങ്ങിയിട്ടുള്ള ഓണർ വേറൊരാളോട് കൂടി ചോദിക്കുന്നുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന്. ഈ സീനിൽ നമ്മുടെ മിറയുടെ 2 ക്ലോസ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ മിറയാണെങ്കിൽ ആകെ ടയേർഡാണ്. ബാക്കി 2 പേരും അത്യാവശ്യം സെറ്റിൽഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിറേനോട് ഫ്രണ്ട്സ് പറയുന്നുണ്ട്, നീ ഇങ്ങനെ എൻ്റെ ഫാമിലിയുടെ കാര്യം മാത്രം നോക്കിയിരിക്കാതെ നിൻ്റെ ഡേറ്റിംഗ് ലൈഫൊക്കെ ഒന്ന് ഓക്കെ ആക്കുമെന്ന് പറയാണ്. ആ സമയത്താണ് നമ്മുടെ മിറയുടെ എക്സ് ബോയ് ഫ്രണ്ടിൻ്റെ മെസ്സേജ് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. ഫ്രണ്ട്സ് ചോദിക്കുകയാണ്, അല്ല ഈ കുരിശ് നിൻ്റെ തലേന്ന് ഇതുവരെ പോയില്ല മോളെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചിട്ട് മുൻപത്തെ ആ ഒരു കാര്യം പറയുകയാണ്. അപ്പോൾ ഇത് ഇവളുടെ എക്സ് ബോയ് ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ ഒരിക്കൽ നിങ്ങൾ ചായ കുടിക്കുമ്പോൾ ബോയ് ഫ്രണ്ടിൻ്റെ ആ ഒരു നൂല്, ആ സ്വെറ്ററിൻ്റെ നൂല് ഇങ്ങനെ പോരുകയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ നഖം തട്ടിയിട്ടാണ് അത് പോകുന്നത്. അപ്പോൾ മകൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് എക്സ് ബോയ് ഫ്രണ്ട് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മ ഇപ്പോൾ നാട്ടിലില്ലാത്തതുകൊണ്ട് അവൻ നഖം വെട്ടിയിട്ടില്ല, സാധാരണ അമ്മയാണ് നഖം വെട്ടി കൊടുക്കാറ്. അതുപോലെ തന്നെ ഇവൾ എന്തുകൊണ്ടാണ് ബ്രേക്കപ്പ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ്റെ അച്ഛൻ പറഞ്ഞു അച്ഛൻ റിട്ടയർ ആവാറായിരുന്നു, അതിന് മുമ്പ് കല്യാണം കഴിക്കാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഇവൾ ബ്രേക്കപ്പ് പറഞ്ഞത്. ഉള്ള സിറ്റുവേഷനൊക്കെ അയാൾക്ക് അറിയുമെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്തില്ല. അവൻ്റെ കാര്യം മാത്രം ഒന്ന് സെറ്റ് ആക്കണം എന്ന രീതിയിലാണ് അവൻ സംസാരിച്ചത്. അതുകൊണ്ടാണ് ബ്രേക്കപ്പ് ആയത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇവൾ വീട്ടിലേക്ക് വരുമ്പോഴാണ് കുറേ മെഴുകുതിരി സ്റ്റാൻഡൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത് കാണുന്നത് കേട്ടോ. അപ്പോൾ അമ്മ പറയാണ്, നിൻ്റെ അച്ഛൻ മരിച്ചിട്ട് നമ്മൾ മെമ്മോറിയൽ നോക്കണ്ടേ, നടത്തണ്ടേ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ മകൾക്കാണെങ്കിൽ അതിനൊന്നും തീരെ താല്പര്യമില്ല. അവൾ നേരെ അപ്സ്റ്റേഴ്സിൽ, അതായത് ടെറസിൽ പോയിരിക്കുകയാണ് കേട്ടോ. എന്നിട്ടൊരു ഫോണിലാണ് ഈ തീ കായുന്ന ചിത്രവും വീഡിയോ ഒക്കെ വെച്ചിട്ട് അമ്മയും മോളും കൂടി ഇന്ന് സംസാരിക്കുകയാണ്. അമ്മ പറയാണ്, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നില്ല, അത് നിൻ്റെ ഇഷ്ടം തന്നെയല്ല എൻ്റെ ഇഷ്ടം എന്ന് പറയാണ് മകളോട്. അപ്പോഴാണ് മകൾ മുൻപത്തെ കാര്യങ്ങൾ ആലോചിക്കുന്നത് കേട്ടോ. അതായത് ചെറുപ്പം തൊട്ട് ഇവൾക്കുള്ളൊരു മാജിക് വേർഡില്ലേ, ആ ഒരു വേർഡാണ് അമ്മ. അമ്മ അമ്മ എന്ന് എപ്പോഴൊക്കെ ഇവൾ പറയുന്നു അപ്പോഴൊക്കെ ഇവളുടെ പ്രോബ്ലംസ് അങ്ങനെ അങ്ങ് പോകും. നമുക്കും കുറേയൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മൾ അമ്മ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ സൊല്യൂഷൻസ് ഒരുപാട് വരും നമുക്ക്. നമ്മുടെ നായികയ്ക്കാണെങ്കിൽ പീരിയഡ്സ് ആയിരിക്കുമ്പോൾ അതുപോലെ തന്നെ ഓരോരോ കുഞ്ഞു കുഞ്ഞു പ്രോബ്ലംസ് കോളേജിലുണ്ടാകുമ്പോൾ ഹയർ എഡ്യൂക്കേഷന് പോകണമെന്നുണ്ടാകുമ്പോൾ ആ ടൈമിലൊക്കെ ഇവളുടെ അമ്മ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഇവളുടെ അമ്മയുടെ കയ്യിൽ തീരെ കാശില്ലാതെ ഇരുന്നിട്ടും ഒരുപാട് വീട്ടുജോലികൾക്ക് പോയിട്ടാണ് ഇവളെ പഠിപ്പിച്ച് ഹയർ എഡ്യൂക്കേഷനൊക്കെ പഠിപ്പിച്ചത്. അങ്ങനെ ഫൈനലി ഇവൾക്ക് J+ൽ ജോലി കിട്ടിയ അന്ന് ഇവൾ അമ്മയുടെ ഓടി വന്ന് പറയുകയാണ്, എനിക്ക് ജോലി കിട്ടിയ അമ്മ എന്ന് പറഞ്ഞിട്ട്. അമ്മ വാഷ് ചെയ്തിരുന്ന കവറും സാധനങ്ങളൊക്കെ മാറ്റി കളയാണ് കേട്ടോ. എന്നിട്ട് അമ്മയും മകളും ഹഗ് ചെയ്യാണ്. ആ ഒരു ഡേ അന്ന് തൊട്ട് ഇന്ന് വരെ ഇവളാണ് എല്ലാ കാര്യവും വീടിൻ്റെ നടത്തുന്നത്, അതായത് ബില്ല്, ലോൺ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അങ്ങനെ ഇവർ താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ഇവൾ പറയുന്നത്, അല്ല 302 മേലേക്ക് കയറി പോകുമ്പോൾ തുറന്നു കൊടുക്കുന്ന പോലെ തോന്നിയല്ലോ, ചിലപ്പോൾ എനിക്ക് തോന്നിയതാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വരികയാണ്. അങ്ങനെ ദേ ഇവർ മെമ്മോറിയൽ സർവീസൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അമ്മയാണെങ്കിൽ വീണ്ടും സൈഡിലൂടെ ഓണറിനും മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്, ഞങ്ങളിവിടെ നിന്നോട്ടെ എന്ന് ചോദിച്ചിട്ട്. അതിനുശേഷം ദേ മെമ്മോറിയൽ സർവീസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ദേ അമ്മ പെട്ടെന്ന് അവിടെ ഇരുന്ന് ഭയങ്കര കരച്ചിൽ കേട്ടോ. എന്നിട്ട് അമ്മ പറയുകയാണ്, നമ്മളിങ്ങനെ ഇരുന്ന് കരയണം, എന്നാൽ മാത്രമേ മരിച്ചുപോയ ആത്മാവിന് ശാന്തി കിട്ടുള്ളൂ എന്ന്. അത് കേട്ട വഴിക്ക് അവളുടെ അനിയൻ അവിടെ ഇരുന്ന് കരയുകയാണ് കേട്ടോ.
നമ്മുടെ നായികയുടെ മരിച്ചുപോയ അച്ഛൻ്റെ പേര് ബിയോൺ മൂജിൻ എന്നാണ് കേട്ടോ. അങ്ങനെ ദേ മെമ്മോറിയൽ സർവീസൊക്കെ കഴിയാറായി. ഇവരിങ്ങനെ ലാസ്റ്റ് പ്രയർ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഒരാൾ ഇവരുടെ വീടിനകത്തേക്ക് കയറാൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഇവർ 3 പേരും ഭയങ്കര സാഡായിരിക്കുമ്പോൾ ഇവരുടെ പട്ടിക്കുട്ടിയാണെങ്കിൽ ആ ഒരാളെ നോക്കി ഭയങ്കരമായിട്ട് കുരയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നായിക പോയിട്ട് ആ പട്ടിക്കുട്ടീനെ എടുത്ത് അകത്തേക്ക് പോവുകയാണ്. അവൾ ഈ പുറത്ത് വന്ന ആളെയൊന്നും കണ്ടില്ല. പെട്ടെന്ന് മകൻ അങ്ങോട്ട് തിരിയുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പ്രേതത്തെ കണ്ട പോലെ അവൻ ആകെ ഷോക്കായി വിളറി വെളുത്ത് നിൽക്കുകയാണ്. അതുപോലെ തന്നെ അവളുടെ അമ്മയും നിൽക്കുകയാണ് ആകെ ഷോക്കായിട്ട്. അപ്പോഴാണ് ഇവളും നോക്കുന്നത് അതാരാ വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ ഇവളാകെ കൂടി ഷോക്കാവുകയാണ്. 3 പേരും ഒരുപോലെ ഷോക്കായി ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് കേട്ടോ ആ വന്ന ആളെ നോക്കിയിട്ട്. എയോങ് ആണെങ്കിൽ പെട്ടെന്നൊരു സ്റ്റെപ്പ് ബാക്കിലേക്ക് വെക്കുമ്പോൾ വീഴാൻ പോവുകയാണ്. ഉടനെ തന്നെ ആ വന്ന ആൾ ഓടിപ്പോയിട്ട് നമ്മുടെ എയോങ് വീഴാതെ എയോങ്ങിനെ പിടിക്കുകയാണ് കേട്ടോ. എയോങ് ഇത്ര ഷോക്കായി നിൽക്കുന്നത് കണ്ടിട്ട് അങ്ങേര് പറയാണ്, ഞാനാണ് ഈ വില്ല വാങ്ങിയത്, ഞാനാണ് ഈ വില്ലയുടെ പുതിയ ഓണർ എന്ന് പറയുകയാണ്. കേൾക്കുമ്പോൾ നമ്മുടെ എയോങ് വീണ്ടും ഷോക്കാവുകയാണ് കേട്ടോ. എയോങ് മാത്രമല്ല മകനും അതുപോലെ തന്നെ നമ്മുടെ നായികയും ഷോക്കാവുന്നുണ്ട്. മനുഷ്യൻ വേറെ ആരുമല്ല, ഇവരിപ്പോൾ മെമ്മോറിയൽ സർവീസ് നടത്തിയ ഇവരുടെ മരിച്ചുപോയ അച്ഛൻ തന്നെയാണ് കേട്ടോ. ഈ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന ഈ ഒരു ഫാമിലീനെ കാണിച്ചുകൊണ്ടാണ് ഫസ്റ്റ് എപ്പിസോഡ് റൊമാൻസ് ഇൻ ദി ഹൗസ് എൻഡ് ആവുന്നത്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.